മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സംസ്കൃതത്തില് വാക്ക് വളരെ നല്ല രീതിയിൽ വിവരിക്കാറുണ്ട്. വാങ്മേ മധുമത്തമ, വാക്കുകളിൽ തേനിന്റെ മധുരം ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. ജിഹ്വാമേ മധുമത്തമ എന്നും പറയാറുണ്ട്. നമ്മുടെ നാക്കിലൂടെ വരുന്ന ആ വാക്കുകൾക്ക് മധുരം ഉണ്ടാവണമെങ്കിൽ നാക്കിൽ മധുരം ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. വാക്ശരം എന്ന് പറയാറുണ്ട്. വാക്കുകള് ഷാർപ്പായിട്ട് ശരം പോലെയാണ്. അത് എവിടെ ചെന്ന് കൊള്ളുന്നുവോ അവിടെ ഉണ്ടാവുന്ന മുറിവുകള് മരുന്ന് വെച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. ശരീരത്തിലുണ്ടാവുന്ന മുറിവുകള് ഔഷധം കൊണ്ട് മരുന്നുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാം. മനസ്സിലുണ്ടാവുന്ന മുറിവുകള് അപ്രകാരം സാധിക്കില്ല. കയ്യിൽ നിന്ന് വിട്ട കല്ല്, അതുപോലെ തന്നെ വില്ലിൽ നിന്ന് വിട്ട അമ്പ്, നാവിൽ നിന്ന് വിട്ട വാക്ക്, തോക്കിൽ നിന്ന് പോകുന്ന വെടിയുണ്ട തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ധാരാളം പറയാറുണ്ട്. പിന്നെ ഉപനിഷത്തുക്കൾ ഭംഗിയായിട്ട് പറയുന്നത് വാങ്മേ മനസി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാവിർമായേതി വേദസ്യ ആണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്ധദാമി. വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ വാക്കുകള് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാനസിക വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. രാവും പകലും ഇരുന്ന് ഞാൻ എന്തെല്ലാമാണോ പഠിച്ചത് അത് ആവശ്യമുള്ള സമയത്ത് എൻ്റെ നാവിൻ്റെ തുമ്പിൽ വരുമാറാകണമേ എന്നാണ് ഈ ഉപനിഷത്തിന്റെ സന്ദേശം. ഇത്രയും ഞാൻ പറഞ്ഞത് വളരെ വളരെ വ്യക്തമായ രീതിയിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യയിലെ ഒരു വാർത്ത, ഡിഫൻസ് ന്യൂസിലെ ഒരു വാർത്ത ഇന്നലെ വായിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ശരിക്ക് ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യം ജന്മം കൊള്ളാൻ പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാവാനുള്ള ഒരു കാരണം ഭാരതമാണ്. ഭാരതത്തിൽ എന്നും പ്രശ്നം ഉണ്ടാക്കാൻ 1947 ശേഷം പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. 3-4 പ്രാവശ്യം യുദ്ധം ഉണ്ടാക്കി ജമ്മു കാശ്മീരിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാനും ഭാരതത്തിൽ നിരന്തരം സ്ഫോടനം ഉണ്ടാക്കാനും ഭാരതത്തിലെ ഓരോ ഭാഗത്തും അരക്ഷിതാവസ്ഥയുണ്ടാക്കാനും എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്ന് ലോകം അംഗീകരിക്കുകയും ചെയ്യുന്നു. എത്ര പ്രാവശ്യം ഇന്ത്യക്കാർ അങ്ങോട്ട് പോയാലും അവിടെയുള്ളവര് ഭരണാധികാരികൾ ഇങ്ങോട്ട് വന്നാലും ആ ഗവൺമെന്റ് തീവ്രവാദത്തെ, ഭാരതത്തിലേക്ക് വരുന്ന തീവ്രവാദത്തെ അസാധാരണമായി പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ തന്നെയുള്ള തീവ്രവാദികൾ അവിടെയുള്ള മുസ്ലിങ്ങളെ ഇത്രയധികം കൊന്നിട്ടും തീവ്രവാദം അവിടെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞിട്ടും ഭാരതത്തില് ജമ്മു കാശ്മീരിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീവ്രവാദത്തെ അസാധാരണമായി പ്രോത്സാഹിപ്പിക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ആഗസ്റ്റ് 15 പ്രധാനമന്ത്രി ബലൂചിസ്ഥാനെ കുറിച്ചും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ സിന്ധ് പ്രവിശ്യയെക്കുറിച്ചുമെല്ലാം ഒരു 2-3 വരികൾ പറഞ്ഞത്. ആ 2-3 വരികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിലെ റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ശക്തമായ തരംഗം ഇന്നും നിന്നിട്ടില്ല. ബലൂചിസ്ഥാനിലെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പാകിസ്ഥാനെതിരെ, പാകിസ്ഥാൻ അവിടെ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ, പാകിസ്ഥാൻ അടിച്ചമർത്തുന്നതിനെതിരെ, അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നവരെ തൂക്കിക്കൊല്ലുന്നതിനെതിരെ ഇപ്പൊ ലോകം മനസ്സിലാക്കാൻ തുടങ്ങിയത് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 70ാം വാർഷികത്തില് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ 2-3 വരികളാണ്. വാക്കുകളുടെ ശക്തി. അതുപോലെ തീവ്രവാദികളുടെ
തോക്കുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന സമയത്ത് വേദനാജനകമായ അനുഭവം ഉണ്ടായവർക്കോ എല്ലാം കോമ്പൻസേഷൻ കൊടുക്കും. അത് ഭാരതീയരാണെങ്കിലും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ളവരാണെങ്കിലും ശരി, ഭാരതം അവർക്ക് വേണ്ട സഹായം എത്തിക്കുമെന്ന് പറഞ്ഞതും അതിശക്തമായ രീതിയിൽ പാകിസ്ഥാനിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ ആകെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചൈനയുടെ മുമ്പിൽ അടിയറ പറഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥ. ഞാൻ ഇനിയും കുറേയധികം പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. പക്ഷേ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത്, ഉപയോഗിക്കേണ്ട സമയത്ത്, ഉപയോഗിക്കേണ്ടവരെ, ഉപയോഗിക്കേണ്ട വാക്കുകൾ, ഉപയോഗിക്കേണ്ട രീതിയിൽ, ഉപയോഗിക്കേണ്ട വരികളിൽ, ഉപയോഗിക്കേണ്ട ആൾക്കാരെ അറിയിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്ന വിധത്തിൽ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ യഥാർത്ഥത്തിൽ ഈ ശ്രീ നരേന്ദ്രമോദിയുടെ 2-3 വാക്കുകൾ, വരികൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞത് അത് എത്രത്തോളം ഇപ്പോഴും ഇന്നും ഇനിയും പാകിസ്ഥാനിൽ അതിങ്ങനെ മാറ്റൊലി കൊണ്ടിരിക്കുമെന്നുള്ളതിന് തെളിവാണ്. 10 വർഷമായി സിന്ധു രാജാവ്, 10 വർഷമായിട്ട് സിന്ധു രാജാവ് ലണ്ടനിൽ അഭയാർത്ഥിയെ പോലെ കഴിയുകയാണ്. അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, എൻ്റെ സിന്ധു ദേശത്തിനെ സ്വതന്ത്രമാക്കിയിട്ടേ ഇനി ഞാൻ വിശ്രമിക്കുള്ളൂ അന്ത്യശ്വാസം വരെ എന്ന്. അപ്പൊ 10 വർഷം ഉറങ്ങിക്കിടന്ന ഒരു വ്യക്തിക്ക് ഈ 2-3 വരികൾ നമ്മുടെ ചെങ്കോട്ടയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അതിഗംഭീരമായിട്ട് സ്വാധീനിക്കേണ്ടായി. ഈ ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ചിദംബരത്തോട് പാകിസ്ഥാൻകാർ പറഞ്ഞപ്പോൾ ഈ ഇന്ത്യയിലെ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി തിരിച്ചു പറഞ്ഞില്ല, ഞങ്ങളുടെ പഞ്ചാബിലും ഞങ്ങളുടെ കാശ്മീരിലും ജമ്മുവിലും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. അവിടെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് മാത്രം കേട്ട് ഈ ചിദംബരം എന്ന ആഭ്യന്തരമന്ത്രി അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ അവരോട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാതെ ഭാരതം മുഴുവനും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എത്രയാ ബോംബ് പൊട്ടിയത്, കേരളം മുതൽക്ക് കാശ്മീർ വരെ. ഇപ്പോ തിരിച്ചടിക്കും, അടിമുടി വിറപ്പിക്കും. വേണ്ടി വന്നാൽ പാകിസ്ഥാനെ, ഇന്ത്യയെ 2ആക്കി കാശ്മീരും ഇന്ത്യയും 2ആക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പാകിസ്ഥാൻ ഇപ്പോ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരും സിന്ധു ദേശവും ബലൂചിസ്ഥാനും പിന്നെ ബാക്കി പാകിസ്ഥാനും കൂടി 4ആക്കി കയ്യിൽ തരും എന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കാരണം പറയേണ്ടവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ട ശബ്ദത്തിൽ പറയേണ്ട വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കാണ് അത് സംഭവിച്ചതെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.